കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശം സ്കന്ധം 13 അധ്യായം. നമ്മൾ ശ്ലോകം 34 ജസ്റ്റ് വായിച്ചിങ്ങനെ അർത്ഥം പറയാൻ തുടങ്ങിയുള്ളൂ. അപ്പോൾ അത് കുറച്ചൊരു ഞാനത് പറയണം വിചാരിക്കണത് പറയാൻ സമയമുണ്ടായില്ല. അപ്പോൾ 33 എന്താ പറഞ്ഞ വെച്ചാൽ എന്താ പറയുക, ഈ അനുമാനം കൊണ്ടും ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടുമൊക്കെ മൂർച്ച കൂട്ടിയിട്ടുള്ള ജ്ഞാനമാകുന്ന വാളുകൊണ്ട് സർവ്വ സംശയങ്ങൾക്കും കാരണമായ അഹങ്ങത്തെയും മമതയും മുറിച്ച് കളയണം. എന്നിട്ട് എന്നെ ഹൃദയത്തിൽ നമ്മളടുത്ത് തന്നെ നിൽക്കണ സ്വയം പ്രകാശ സ്വരൂപനായി നിൽക്കുന്ന നമ്മളെ പ്രകാശിപ്പിക്കുന്ന ആ എന്നെ ഭജിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഈ 34 എന്താ പറഞ്ഞ വെച്ചാൽ നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ നമ്മുടെ മനസ്സങ്കല്പമാണ്. അത് നമുക്കിപ്പോൾ ബോധ്യമില്ല. കാരണം നമ്മൾ അജ്ഞാനമുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ദേഹാഭിമാനത്തോടു കൂടി ഇരിക്കുകയാണേ, അത് കാരണം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ശരിക്ക് ഭഗവാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം നമ്മുടെ മനോവിലാസമാണ്. മീൻസ് മനസ്സിൻ്റെ സങ്കല്പം. സംസാരം മുഴുവൻ മനസ്സിൻ്റെ സങ്കല്പമാണ്. അതുകൊണ്ടും പിന്നെയോ അതിപ്പോൾ കാണുന്നുണ്ടോ നമുക്ക് അല്ലേ? അത് നശ്വരമാണ്. നോക്കൂ 3 അവസ്ഥകൾ നോക്കൂ. വരും പോവും. അപ്പോൾ വരുന്നതും പോണതും ഒന്നും സത്യമല്ല. ഒരാളുടെ ദേഹം ജനിക്കണു, ഓരോ മാറ്റങ്ങളിൽ കൂടെ പോണു, ആ ബോഡി മരിക്കണു അല്ലെങ്കിൽ ബോഡി നശിക്കണു. അപ്പോൾ അതൊന്നും ഇവിടെ കാണുന്നതൊന്നും അനശ്വരല്ല. അതാണ് പറയണത്. മനസ്സങ്കല്പമായതിനാലും ഈ ദൃശ്യപ്രപഞ്ചം മനസ്സങ്കല്പമാണെന്നുള്ളതിനാലും കാണാൻ സാധിക്കുന്നതിലും നശ്വരമായതിനാലും പിന്നെ എന്താ അലാതചക്രം പോലെ. അലാതചക്രം എന്ന് പറഞ്ഞാൽ ഒരു തീക്കൊള്ളി ഇങ്ങനെ വട്ടത്തിൽ ആകുമ്പോൾ ഒരു ശരിക്ക് ഒരു എന്താണ് വട്ടം അവിടെ ഇല്ലെങ്കിലും തീ കൊണ്ടൊരു വട്ടം ഉണ്ട തോന്നൂലോ. തീ കൊണ്ടൊരു വലയുണ്ട തോന്നും നമുക്ക്. അതുകൊണ്ടാണ് പറയണത് ഈ പ്രപഞ്ചം മനസ്സങ്കല്പമാണ്, നശ്വരാണ്. പിന്നെ ഈ അലാതചക്രം പോലെ തീക്കൊള്ളി ചുറ്റുന്ന പോലെ അതിചഞ്ചലമാണ്, വെറും ഭ്രമമാണ്. അതായത് ശരിക്കും ആ തീക്കൊള്ളി ചുറ്റുമ്പോഴേ ഓരോ ഡയറക്ഷനിൽ ഓരോ സെക്കൻഡിൽ നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ അടുത്തടുത്ത് സ്ഥലത്തും കൂടെ ഇങ്ങനെ ഒന്നിച്ച് ചുറ്റുമ്പോൾ നമുക്ക് ശരിക്കും തന്നെ തോന്നും ഒരു അഗ്നിചക്രം ഉണ്ടെന്നേ. അതുപോലെയാണ്, അത് ചഞ്ചലാണ്. അപ്പോൾ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ നശ്വരാണ്, അതിചഞ്ചലാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, അത് കേവലം നമ്മുടെ മായ, നമ്മളെ മോഹിപ്പിക്കുന്ന മനസ്സിൻ്റെ വിഭ്രാന്തി മാത്രമാണെന്ന് അറിയണം. അതായത് ഏകമായിട്ടുള്ള ആത്മാവാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ കാരണം ഈ 3 അവസ്ഥയിലും ഉണ്ടാവണതും പല നാനാ രൂപനാമങ്ങളോടെ കാണാവുന്ന എല്ലാതും എന്താണ്? എല്ലാം ആ ഒരൊറ്റ ആത്മാവിൻ്റെ ഈ നാനാത്വത്തിന് കാരണം ഈ മായയിലത്തെ ഗുണങ്ങളാണെന്ന്. അല്ലെങ്കിൽ ആത്മാവ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ മായയിലത്തെ ഗുണങ്ങളുടെ പരിണാമം കൊണ്ടാണ് 3ആയും പിന്നെ പല നാമരൂപങ്ങളായും പ്രകാശിക്കണം. ഈ നാനാത്വം ശരിക്ക് സ്വപ്നം പോലെ അയഥാർത്ഥമാണ്. നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം നമ്മൾ സ്വപ്നം കണ്ടുണർന്നാൽ നമുക്ക് സ്വപ്നം എങ്ങനെ അയഥാർത്ഥമാണെന്ന് തോന്നുന്നു, അതുപോലെ ഞാൻ ഉദിച്ചാൽ ഈ ദൃശ്യപ്രപഞ്ചം അയഥാർത്ഥമാണ് എന്നാണ് പറഞ്ഞത്. അതായത് സ്വപ്നസമം ആണ്, അത്ര വാസ്തവമല്ലാത്തതാണ്. അതുകൊണ്ടാണ് ശരിക്കും ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ മായയിലത്തെ ഗുണങ്ങളുടെ പരിണാമം കൊണ്ടാണ് നമുക്കിതൊക്കെ തോന്നണത്. ഓഫ് കോഴ്സ് മായയിലത്തെ ഗുണത്തിൽ നിന്നാണ് മനസ്സുണ്ടാവണത്. ആ മനസ്സാണ് ഈ സംസാരത്തിന് മുഴുവൻ കാരണം. സങ്കല്പം മനസ്സിൻ്റെ വെറും സങ്കല്പമാണ്. അതുകൊണ്ട് ജ്ഞാനോദിച്ചാൽ ഇത് വെറും സ്വപ്നസമമാണ്, സ്വപ്നസമവും അവാസ്തവവുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് ദൃഷ്ടി അങ്ങോട്ട് നമ്മൾ വലിക്കണം. എന്നിട്ട് നമ്മൾ ആത്മാവിലേക്ക് തിരിക്കണം. അത് മാത്രമേ വഴിയുള്ളൂ. വളരെ ചഞ്ചലാണതേ.
വളരെ ചഞ്ചലായിട്ടുള്ള ജഗത്ത് ശരിക്കും ഭ്രമം കൊണ്ടാണെന്ന് പറയണം. ഭ്രമമാണെന്ന് മനസ്സിലാക്കണം നമ്മളത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം പല കാരണങ്ങളെ കൊണ്ടും. എന്താ വെച്ചാൽ സ്ഥിരമല്ല, ആരുടെ ശരീരം സ്ഥിരമല്ല, ഈ അവസ്ഥകൾ സ്ഥിരമല്ല അല്ലേ? അതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്ത്, ഈ ജഗത്ത് വെറും സ്വപ്ന സമാനം ആണ് എന്നാണ് നമ്മൾ 34 പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 35 വായിക്കാം. ദൃഷ്ടിം തഥ പ്രതിനിവൃത്യ നിവൃത്ത തൃഷ്ണസ്തൂഷ്ണീം ഭവന്നിജ സുഖാനുഭവോ നിരീഹ സന്ദൃശ്യത്തെ ക്വച യദീദമവസ്തു ബുദ്ധ്യാ ത്യക്തം ഭ്രമായ ന ഭവേൽ സ്മൃതിരാനിപാതാത്. എന്താ പറയണേ? തതഹ, അതായത് ഈ ദേഹം മുതലായ ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ മുഴുവൻ ആത്മാവിൽ കൽപ്പിതമായതിനാൽ ആ ദേഹം ദൃഷ്ടിം ഞാൻ എൻ്റേത് എന്ന ദേഹാഭിമാനത്തിനെ പ്രതിനിവർത്തിയ വിട്ടുകളഞ്ഞ്, നമ്മൾ ആ ദേഹാഭിമാനത്തിനെ വിട്ടുകളഞ്ഞിട്ട് നിജസുഖാനുഭവ ഭവേത്, അതായത് പരമാനന്ദ സ്വരൂപിയായ ആത്മാവിനെ തന്നെ നമ്മൾ അത് മാത്രമേ സത്യമുള്ളൂ എന്ന് അനുസന്ധാനം ചെയ്ത് നമ്മളെപ്പോഴും നമ്മളെ മനസ്സിനെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം, ദേഹമടക്കം ശരീരമടക്കം നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തെ എല്ലാം ആത്മാവിൽ കൽപ്പിതമാണ്. അതിന് കാരണം എൻ്റെ ഈ അഹന്തയും മമതയും ആണ്. അതുകൊണ്ട് അതിനെ ത്യജിച്ച് പരമാനന്ദ സ്വരൂപിയായിട്ടുള്ള ആത്മാവിനെ എപ്പോഴും അനുസന്ധാനം ചെയ്യണം, ധ്യാനിച്ചു കൊണ്ട് ഇരിക്കേണ്ടതാകുന്നു ഒരു കാര്യം. പിന്നെയോ നിവൃത്ത തൃഷ്ണ, അത് നമുക്ക് നല്ല അചഞ്ചലമായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ധ്യാനം അചഞ്ചലമായിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തിനെ മുഴുവൻ ത്യജിക്കണം. അതാണ് നിവൃത്ത തൃഷ്ണ. ഇതുപോലെ ശാന്തമായിട്ട് ഭഗവാനെ ധ്യാനിക്കണം ചോട്ടെ. എന്നാൽ എന്തു വേണം? ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം. നമ്മളെ ദേഹാഭിമാനവും ഇല്ലാതെ ആവണം, ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം, നിവൃത്ത തൃഷ്ണ ആവണം. തൃഷ്ണാച്ചാൽ ആഗ്രഹങ്ങൾ, അതിനെ തീരെ ഇല്ലാതെ നിവൃത്തി വരണം, അതിനെ മീൻസ് ഉപേക്ഷിക്കണം. പിന്നെയോ തൂഷ്ണീം നിരീഹ, അതായത് തൃഷ്ണ ഇല്ലാതിരിക്കണം. എന്നിട്ടോ തൂഷ്ണീം ഭവേത്, മിണ്ടാതെ. തൂഷ്ണീം ചെന്നാൽ മൗനിയായിട്ടിരിക്കണം. മൗനിയായി നിരീഹ, അതായത് ഒരു നിസ്പൃഹനായിട്ട്, അതായത് ഒരാഗ്രഹവും ഇല്ലാണ്ട് ഒരു ചേഷ്ടകളും ഒന്നുമില്ല. നമ്മൾ ചുമ്മാ ഇരിന്ന് രമണ മഹർഷി പറയില്ലേ, അതന്നെ അവിടെ പറയണത്. തൂഷ്ണീം നിരീഹ ക്വച. പിന്നെയോ ക്വച ആഹാര വിഷയങ്ങളിലോ ഇതം ഈ ശരീരാദികൾ സന്ദൃശ്യതയെ യതി പ്രത്യക്ഷപ്പെടുന്നുവെങ്കിലും അവസ്തുബുദ്ധ്യ ആത്മാവിന് ഇത് ആത്മാവല്ല, അന്യമാണെന്നുള്ള വിചാരം കൊണ്ട് ത്യക്തം ഉപേക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ അതെ ഭ്രമായ ന ഭവേൽ, വീണ്ടും ഭ്രമത്തിന് കാരണമായി ഭവിക്കുകയില്ല. എങ്ങനെയാണ് ഈ ഭ്രമത്തിന് രക്ഷപ്പെടുക, മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ സ്മൃതി, പക്ഷേ അതിൻ്റെ സ്മരണ ആ നിപാതാത് ഈ ശരീരം നശിക്കുന്നത് വരെ ഉണ്ടാവും. അപ്പം നമ്മൾ നല്ല എന്താ പറയുക, വളരെ ജാഗ്രത വേണം നമുക്ക്. അപ്പം ഇതിൽ എന്താ പറയണത് വെച്ചാൽ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ഈ ദൃഷ്ടിയെ അങ്ങോട്ട് വലിക്കണം, എന്നിട്ട് ആത്മാവിൽ അനുസന്ധാനം ചെയ്യണം. ഇതൊക്കെ ആത്മാവിങ്കൽ കൽപ്പിതമായത് മാത്രമാണ് എന്ന് മനസ്സിലാക്കി ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ വലിച്ച് ഈ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കണം. എന്നിട്ട് ആശ മുഴുവൻ ത്യജിച്ച് ആശ അറ്റ് എല്ലാ കർമ്മങ്ങളും വെടിഞ്ഞ്, അപ്പോൾ അതാണ് ഒരു മൗനിയായിട്ടിരിക്കണം പറയില്ലേ, തൂഷ്ണിയും, അതായത് എല്ലാ ആശകളും വേണ്ട ത്യജിച്ച്, അപ്പം ആ ആശ സാധിക്കാനുള്ള കർമ്മങ്ങളും വേണ്ടല്ലോ, ആ കർമ്മങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ശാന്തനായിട്ടിരിക്കണം. അതുപോലെ തന്നെ അചഞ്ചലനായിട്ടിരിക്കണം, ശാന്തനും
നല്ല സ്വസ്ഥമായിട്ട് അചഞ്ചലനും ആയിരിക്കണം എന്ന്. അതായത് പ്രപഞ്ചം ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഇത് കംപ്ലീറ്റ്ലി നമ്മളതിന്ന് പോരണ വരെ പ്രപഞ്ചം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരും. അപ്പൊക്കെ സ്വയം പറയണം ഇതാ സത്യമാണ്, ഞാൻ ഇതിനെ ഉപേക്ഷിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞും കൊണ്ടിരുന്നിട്ട് വരാൻ സമ്മതിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് മുക്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പൂർവ്വജന്മ സംസ്കാരം കൊണ്ട് ചിലപ്പോൾ അതിന്ന് അധപ്പതനം ഉണ്ടായിന്ന് വരാമെന്ന്. അതാണ് ഇതിൽ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞതേ. എങ്ങനെയാണത് ചെയ്യാമെന്ന് ഭഗവാൻ പറഞ്ഞു. എങ്ങനെയാണ് പറയുക? ഈ ശരീരം, ദേഹാഭിമാനം, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മുടെ ശരീരം അടക്കമുള്ളതൊക്കെ അവാസ്തവാണെന്നും അത് ആത്മാവിങ്കൽ കൽപ്പിച്ചതാണെന്നും അതിന് യാതൊരു അനശ്വരതയും ഇല്ലെന്നും മനസ്സിലാക്കിയിട്ട് ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഞാൻ ദേഹമാണ് എന്നുള്ള ആ വിചാരം ഉണ്ടല്ലോ, അതിനെ ത്യജിച്ച് മനസ്സിനെ കംപ്ലീറ്റ്ലി, ഇന്ദ്രിയങ്ങളെയും കംപ്ലീറ്റ്ലി പുറത്തുനിന്ന് വലിച്ച് അകത്തിരിക്കുന്ന നമ്മുടെ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ തന്നെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചാൽ അങ്ങനെ ധ്യാനിച്ച് ഈ പിന്നെയും ഒരു ഭ്രമത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പിന്നെയും ഒരു ഭ്രമത്തിൽ പെട്ടാൽ വിഷമായില്ലേ? അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഭ്രമത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ ത്യജിക്കണം, ആശകളെ. അപ്പോൾ ആഗ്രഹങ്ങളില്ലെങ്കിൽ അത് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി കർമ്മങ്ങളും ചെയ്യില്ല. അതുകൊണ്ടാണ് തൂഷ്ണിയും. അപ്പോൾ ചുമ്മാതിരിക്കണം എന്നർത്ഥം. ചുമ്മാതിരിക്കുക വെച്ചാൽ ശരിക്കും ബോധ്യം വന്നിട്ട് ചുമ്മാതിരിക്കണം. അപ്പോഴും ചിലപ്പോൾ നമുക്ക് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രപഞ്ചം നമ്മളെ ഉപദ്രവിക്കാൻ വരും. അപ്പൊക്കെ ഞാനിത് ഉപേക്ഷിച്ചതാണ്, അത് എനിക്കിത് വേണ്ടാന്ന് പിന്നെയും നമ്മൾ ജാഗ്രതയോടുകൂടി മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെയും നമുക്ക് പൂർവ്വജന്മ സംസ്കാരം എന്തെങ്കിലും കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ, പൂർവ്വജന്മ വാസന ഉണ്ടെങ്കിൽ ഈ ദൃശ്യപ്രപഞ്ചം പിന്നെയും നമ്മളെ മുകളിലേക്ക്, വളരെ മുകളിലെത്തി നമ്മളെയും ചിലപ്പോൾ പിടിച്ച് താഴത്തേക്ക് വലിച്ചിടും. അപ്പോൾ വളരെ വിജിലൻ്റായിരിക്കണം എന്ന് പറയുകയാണ്. അതാണിതിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു. ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് നമ്മളെ മനസ്സിനെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാം തിരിക്കണം. എവിടേക്ക്? നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപിലേക്ക് തിരിച്ച് അനുസന്ധാനം എപ്പോഴും ധ്യാനിക്കണം. എന്നിട്ട് ശാന്തനായിരിക്കണം. അതിന് പക്ഷെ അങ്ങനെ ഇരിക്കണമെങ്കിൽ നമുക്ക് ആശകൾ മുഴുവൻ അകറ്റണം. അപ്പോൾ ആശ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും കുറയും. അപ്പം അങ്ങനെ നല്ല ശാന്തനും അചഞ്ചല ചിത്തനുമായിട്ടിരിക്കണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് അസത്യമാണെന്ന് പിന്നെയും നല്ലോണം ഉറപ്പിച്ച് മനസ്സിനോട് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ സ്വയം പറഞ്ഞ് അതിനെ അകറ്റിക്കൊണ്ടേയിരിക്കണം. അല്ല വച്ചാൽ ഞാൻ ഉപേക്ഷിച്ചതാണ്, എനിക്കിങ്ങ് തിരിച്ചു പോകണ്ട, എനിക്ക് ഇതിന്ന് മുക്തി തന്നെ വേണം, എനിക്ക് ആ ഭഗവാനെ തന്നെ പ്രാപിക്കണം, എനിക്ക് പുനരാവർത്തിരഹിതമായ മോക്ഷം തന്നെ വേണമെന്ന് സ്വയം നിശ്ചയിച്ച് ഉറപ്പിച്ച് എപ്പോഴൊക്കെയാണ് ഡിസ്റ്റർബൻസ് വരുന്നത് വെച്ചാൽ അപ്പൊക്കെ ഞാൻ ഉപേക്ഷിച്ചതല്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അകറ്റണം. എന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മ വാസനകളെ കൊണ്ടും സംസ്കാരങ്ങളെ കൊണ്ടും നമ്മളെ താഴത്തേക്ക് പതിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ദേഹാഭിമാനം ഇല്ലാതെ ആക്കാൻ ശ്രമിക്കണം. എന്നിട്ട് പുറത്ത് ബഹിർദൃഷ്ടി, നമ്മളെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും ബഹിർദൃഷ്ടി നിന്ന് അന്തർദൃഷ്ടി അകത്തേക്ക് നോക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുമ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ പറ്റില്ല, എനിക്ക് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് നല്ലോണം ഉറച്ച് നമ്മൾ ശാന്തനും അചഞ്ചല ചിത്തനും ആയിട്ട് മൗനിയായിട്ടിരിക്കണം. എന്നാലേ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പിന്നെയും നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 35 വായിച്ച് 36 ചെയ്യാം. ദൃഷ്ടിം തഥാ പ്രതിനിവൃത്തി, അതാണ് പ്രപഞ്ചത്തിലേക്ക് നോക്കണ ആ ദൃഷ്ടി പ്രതിനിവൃത്തിയ, അതിനെ നിവർത്തിക്കണം, അകത്തേക്ക് നോക്കാറാക്കണം എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും.
നിവൃത്ത തൃഷ്ണ അല്ലേ, തൃഷ്ണകൾ ആശകൾ മുഴുവൻ അകറ്റണം. തൂഷ്ണിയും മിണ്ടാതിരിക്കുക. ഭവേ നിജ സുഖാനുഭവോ നിരീഹ, എന്നിട്ട് ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കണം. സന്ദൃശ്യതേ ക്വച യതീതമവസ്തു ബുദ്ധിയ, ഇടയ്ക്കിടയ്ക്ക് പ്രപഞ്ചം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അവാസ്തവമാണ് എന്ന് പിന്നെയും പിന്നെയും ദൃഢമായിട്ട് മനസ്സിൽ ഉറപ്പിക്കണം. ത്യക്തം ഭ്രമായ നഭവേൽ സ്മൃതിദാനിപാതാത്, അതൊക്കെ ഞാൻ ത്യജിച്ചിട്ടാണ്, എനിക്ക് ഇനി വേണ്ട, ഞാൻ ഒരിക്കലും തിരിച്ചു പോകണില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വലിച്ച് താഴത്തേക്കിടും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെ പിന്നെന്താണ്, നല്ലോണം അതിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ ഒരിക്കലും ഈ സ്വപ്നതുല്യമായിട്ടുള്ള ഈ മിഥ്യാപ്രപഞ്ചത്തിലേക്ക് നമ്മൾ തിരിച്ചു വരില്ല. അതായത് ജ്ഞാനം ശരിക്കും ഉദിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതൊന്നും കൂടിയും പറയുകയാണ്. ദേഹം ച നശ്വരം അവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യഥോത്യഗമത്സ്വരൂപം ദൈവാദപേതമുത ദൈവവശാത് ഉപേതം വാസോ യഥാ പരികൃതം മതിരാമദാന്ധ. ഇതിലെന്താ പറയണ വെച്ചാൽ 36 അതെ സിദ്ധ തന്നെ സിദ്ധ, അതായത് നല്ല സിദ്ധി വന്ന ആൾ, നല്ല ജ്ഞാനിയായിട്ടുള്ള ആൾ, യഥ ഏതു ശരീരം കൊണ്ട് സ്വരൂപം, അതായത് സ്വന്തം സ്വസ്വരൂപത്തിനെ അധ്യഗമത് അറിഞ്ഞുവോ, ആരാണ് ഇതുപോലെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിനെ അറിഞ്ഞത്, ഉത്ഥിതം, എന്നിട്ട് നിൽക്കുന്ന ഉത്ഥിതമായോ എഴുന്നേറ്റോ, അവസ്ഥിതം അല്ലെങ്കിൽ അവിടെ തന്നെ സ്ഥിരമായിട്ട്, ദൈവാത് പ്രാപ്ത കർമ്മവശത്താൽ, അതായത് ദൈവം വെച്ചാൽ വിധിവശാൽ, അഭേദം ബഹിർഗതമായോ, ഉതദൈവ അഥവാ പ്രാപ്ത അല്ലെങ്കിൽ കർമ്മവിധിയാൽ ഉപേതം തിരിച്ചു വന്നുവോ, നശ്വരം നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ദേഹം ആ ദേഹത്തിനെയും കൂടി പശ്യതി അറിയുന്നില്ല. എന്താണ് ഇതിൽ ഭഗവാൻ പറയണത് വെച്ചാൽ, ഈ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം പിന്നെ അതാണ് പറയണത് കേട്ടോ, ഉദദൈവ അതെ. ഇപ്പോൾ ഇതിലതല്ലേ പറയണത്, ദൈവാദമപേതമുത ദൈവവശാതുപേതം വാസോ യഥാ പരികൃതം മദിരാമദാന്ധ എന്ന് പറഞ്ഞുല്ലോ, മദിരാമദാന്ധ എന്ന് പറഞ്ഞു ഇതിലേ. അതായത് പിന്നെ അതാണ് നമുക്ക് മദിരാമദാന്ധ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, അത് വളരെ നല്ലൊരു പിന്നെ ഉദാഹരണം പറഞ്ഞെടുക്കുക. ഈ ഒരുപാട് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ മത്തനായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ മതം കൊണ്ട് മത്തനായിട്ടുള്ള ഒരു ആള് ഉടുക്കണ തുണി തൻ്റെ അരയിലുണ്ടോ അല്ലെങ്കിൽ അഴിഞ്ഞു പോയോ എന്ന അറിയാത്തതുപോലെ, അതുപോലെ എന്താ, ജ്ഞാനം ശരിക്ക് ലഭിച്ച ഒരാൾ ഈ അസത്തായ ജഡമായ ദേഹത്തിൽ ഇരിക്കുകയാണെങ്കിലും ഇനി ദേഹം നശിച്ചു പോയാലും ഒന്നും, അതായത് ചിലപ്പോൾ പ്രാരബ്ധകർമ്മം കഴിയണവർ ഇരിക്കേണ്ടിയില്ലേ, ജ്ഞാനം കിട്ടി ജീവൻമുക്തനായി, പക്ഷെ പ്രാരബ്ധകർമ്മം കഴിയണവരെ ദേഹം വീഴില്ല. അപ്പം അങ്ങനെ ഇരിക്കേണ്ടി വന്നാലും ഇരിക്കേ നിൽക്കേ പൂവേ എന്ത് ചെയ്താലും ഈ ജീവൻമുക്തൻ ദേഹത്തിനെ പറ്റി ഒട്ടും ബോധമില്ലാത്തതുകൊണ്ട് ആ ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ, ദേഹം നശിച്ചോ, ദേഹം നിൽക്കുകയാണോ, ദേഹം ഇരിക്കുകയാണോ, ദേഹം കിടക്കുകയാണോ, ഒന്നും ഈ ജീവൻമുക്തൻ, അതായത് ആത്മാവാണെന്ന അനുഭവം വന്ന ഒരു ജ്ഞാനിക്ക് ദേഹത്തിനെ പറ്റി ഒരു വേവലാതി ഉണ്ടാവില്ല. ഏതുപോലെ മദിരാമത്തൻ എന്ന് പറഞ്ഞാൽ കുടിച്ചതൊന്നും, പിന്നെ ഈ സ്ത്രീകളെ കണ്ടിട്ടുള്ള ആ കാമാവേശത്താൽ ഒക്കെ മറന്നിട്ട് ഉടുതുണി അഴിഞ്ഞാലും ഉടുതുണി അരയിലുണ്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ, കള്ളും കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ, അതുപോലെ
ആണ് ശരിക്കും ജ്ഞാനിന്ന്. പക്ഷേ അത് ജ്ഞാനമാകുന്ന പിന്നെ ജ്ഞാനം കൊണ്ട് നിർവൃതി അടഞ്ഞിട്ടാണ് അതുണ്ടാവണത്. അതാണ് പിന്നെ അതാണിതിൽ പറയണതേ. അതായത് മനസ്സിൻ്റെ ചലനവും സങ്കല്പങ്ങളും ഒക്കെ ഒരു ജീവൻ മുക്തൻ അതിനെ ശ്രദ്ധിക്കാതെ എപ്പോഴും ആത്മാനുസന്ധാനം ചെയ്യാണ്, ആത്മാവിൽ വർത്തിക്കുകയാണ്, ബ്രഹ്മത്തിൽ വർത്തിക്കുന്ന ആൾക്ക് അപ്പോൾ മായയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മത്തിൽ വർത്തിക്കുന്ന ആളെ അവസാനം ശരീരം തന്നെ ഇല്ലെങ്കിൽ പിന്നെ ശരീരാഭിമാനത്തിന് പ്രശ്നമില്ലല്ലോ. ശരീരം ഉണ്ടെന്ന് തന്നെ വിചാരിക്കണില്ല. ഞാൻ ആത്മാവാണ്, അത് ആ ആത്മാവാണ് എന്നുള്ള അനുഭവത്തിൽ ഇരിക്കുകയാണ്. അപ്പം ഈ ശരീരം ത്യജിച്ച് കഴിഞ്ഞിട്ടില്ല. പ്രാരബ്ധകർമ്മം കൊണ്ട് എന്താ വെച്ചാൽ അത് കഴിഞ്ഞാലേ ശരീരം വീഴുള്ളൂ. അപ്പോൾ ശരീരം വീഴുന്നത് വരെ ഒരു ആത്മജ്ഞാനി ശരീരത്തിൽ ഇരുന്നാൽ പോലും ശരീരത്തിൻ്റെ ചേഷ്ടകളൊന്നും ബാധിക്കണില്ല, അറിയണില്ല. അതാ പറയണത്. ശരീരം കിടക്കുകയാണോ നടക്കുകയാണോ ഒന്നും ഈ ജ്ഞാനിക്ക് അറിയില്ല. ഏതുപോലെ വെച്ചാൽ കാമവശകനായിട്ട് പിന്നെ എന്താണ് കള്ളും കുടിച്ച് ബോധമില്ലാത്ത ഒരാൾ ഉടുതുണി അരയിലുണ്ടെങ്കിൽ മധുരാമത്തൻ എന്ന് പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഇവിടെ ശരിക്ക് പിന്നെ കുടിച്ച് ബോധമില്ലാത്ത ആളാണ് അർത്ഥം. കുടിച്ച് ബോധമില്ലാത്ത ഒരാൾക്ക് ഉടുതുണി അരയിലുണ്ടോ ഉടുതുണി അരയിലില്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അയാൾക്ക് ദേഹത്തിനെ പറ്റിയൊന്നും ഒരു ബോധമില്ല അല്ലേ. പക്ഷെ അത് വേറെ കാരണം കൊണ്ടാണ് ദേഹബോധമില്ലാത്ത, അതായത് ബോധം നഷ്ടപ്പെട്ടത്. പക്ഷേ ജ്ഞാനിക്ക് അങ്ങനെയല്ല. ജ്ഞാനിക്കും ദേഹബോധം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടറിയോ? ആത്മാവിലാണ് വർത്തിക്കുന്നത്. അപ്പോൾ ഹീസ് കംപ്ലീറ്റ്ലി ഒബ്ലീവിയസ് ഓഫ് എവറിത്തിങ്. ആത്മം അത്ര ആ സച്ചിദാനന്ദ സ്വരൂപനിൽ ആ ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോഡി നശിക്കുന്നത് വരെ ബോഡിയിലിരിക്കണമെങ്കിൽ പോലും ഈ ശരീരത്തിൻ്റെ ഒരു ചേഷ്ടകളും എന്താന്ന് പോലും അറിയില്ല. അതാണ് ജ്ഞാനിയുടെ ഗുണം. ഒരു പിന്നെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ദേഹബോധമില്ല. എന്താ കാരണം വെച്ചാൽ അത്ര ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു. അയാൾക്ക് ഒരു തുണി ഉടുത്താലും ഇല്ലെങ്കിലും ഒരുപോലെ. അതേപോലെ തന്നെയാണ് ജ്ഞാനം കൊണ്ട്. അത് ഇൻടോക്സിക്കേറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതൊരു ബാഡ് കൊണോട്ടേഷൻ അല്ലേ. അപ്പോൾ ജ്ഞാനം കൊണ്ട് നിർവൃതിയിൽ ഇരിക്കുന്ന ഒരു ജ്ഞാനിക്ക് അതേപോലെയാണ് ദേഹത്തിനെ പറ്റി യാതൊരു ബോധമില്ല. അപ്പോൾ ദേഹത്തിന് എന്ത് സംഭവിക്കണു? ദേഹം ത്യജിച്ചാൽ പിന്നെ ഭാരമില്ല. പക്ഷെ പ്രാരബ്ധകർമ്മം കഴിയണവരെ ജീവൻ മുക്തനാണെങ്കിൽ ദേഹത്തിലിരിക്കണേ. അപ്പോൾ ആ ദേഹത്തിലിരിക്കുമ്പോൾ പക്ഷെ അവർ ദേഹത്തിലിരിക്കേണ്ടത് തന്നെ ഉള്ളൂ. ദേഹം നിൽക്കുകയാണോ കിടക്കുകയാണോ ഉറങ്ങുകയാണോ കിടക്കുക, ദേ ആർ കംപ്ലീറ്റ്ലി ഒബ്ലീവിയസ് ഓഫ് എവറിത്തിങ് ബിക്കോസ് ദേ ആർ ആക്ച്വലി ആ ബ്ലിസ്ഫുൾ, ആ ഇറ്റേണൽ ബ്ലിസ്സിൽ ഇങ്ങനെ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ ദേ ഡോണ്ട് നോ എനിത്തിങ് എന്നാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമാണ് പറഞ്ഞ ഒരു കള്ളുകുടിയന് യാതൊരു ദേഹബോധം ഇല്ലെങ്കിൽ തുരി ഊരി പോയാലും ഒന്നും, അതായത് സിദ്ധൻ പ്രാരബ്ധ കാരണം ചിലപ്പോൾ ദേഹത്തിൽ കുറച്ച് കാലം കൂടി ഇരിക്കും. രമണ മഹർഷിയും ചിരാമഹർഷി മനോസരും അങ്ങനെയൊക്കെ പ്രാരബ്ധകർമ്മം കഴിയണവരെ ആ ദണ്ണൊക്കെ വന്ന് ദേഹം തന്നെ വീണവരെ ഇരുന്നില്ലേ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഈ മദ്യപാനം കൊണ്ട് മത്ത് പിടിച്ച ഒരാൾ ഉടുവസ്ത്രം അഴിഞ്ഞോ ഇല്ലയെന്ന് അറിയാത്ത പോലെയാണ് ജ്ഞാനിക്ക് ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കംപ്ലീറ്റ്ലി ഒബ്ലീവിയസ് ആണ് എന്ന് പറഞ്ഞ് നാം അത് കഴിഞ്ഞു. ഇനി 37 കേട്ടോ. എത്രയും 37 കൂടി ചെയ്യാം. അതായത് എത്ര സൂക്ഷിച്ചാലും വൺ ഡേ ഈ ദേഹം വീണു പോവും. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടെന്നല്ല, ദേഹം ഇപ്പം ഹെൽത്ത് നമ്മൾ എത്ര സൂക്ഷിക്കുന്ന ആളാണെങ്കിലും ഒരു സമയം വന്നാൽ ആ ദേഹം നശിക്കുക തന്നെ ചെയ്യും. ഇന്ന് വരെ നമ്മൾ ഒരാൾ ജനിച്ച് ഇതുവരെ മരിച്ചിട്ടില്ല. കുറച്ചധികം കാലം ജീവിക്കുക, കുറച്ച് കാലം ജീവിക്കുക, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇനി അതാണ് പറയണത് കേട്ടോ. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതിസമീക്ഷത ഏവ സാസു തം സപ്രപഞ്ചമധിരൂഢസമാധിയോഗ സ്വപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തു. 37 എന്താണ്?
ദൈവവശഃ ഖലു, അതായത് പ്രാരബ്ധകർമ്മത്തിന് അധീനമായിട്ട് ദേഹ അഭിസാസു, ഈ ദേഹവും പ്രാണനും ഇന്ദ്രിയങ്ങളും സ്വാരംഭകം, തൻ്റെ ജനനത്തിന് കാരണമായ കർമ്മയാവത്, കർമ്മം ഇരിക്കുന്നത് വരെ, അതായത് പ്രാരബ്ധകർമ്മം കഴിയുന്നവരെ പ്രതിസമീക്ഷതേ ഏവ, ജീവിച്ചു തന്നെ ഇരിക്കും. നമ്മൾ കർമ്മഫലം അനുഭവിക്കാനാണ് ഈ ശരീരം എടുത്തതേ. അപ്പം ആ കർമ്മഫലം മുഴുവൻ അനുഭവിക്കണ വരെ ശരീരം വീഴില്ല നമ്മൾ എന്ത് ചെയ്താലും. അതിരൂഢ സമാധിയോഗ, സമാധി വരെയുള്ള യോഗം മുഴുവൻ സിദ്ധിച്ച ഒരു ജ്ഞാനിയും പ്രതിബുദ്ധ വസ്തു, അതുകൊണ്ട് ഈ ആത്മതത്വത്തിനെ അറിഞ്ഞവനായിട്ടുള്ള ഒരു ജ്ഞാനി സപ്രപഞ്ചം, ഈ പ്രാണൻ ഇന്ദ്രിയങ്ങൾ മുതലായോട് കൂടിയതും സ്വപ്നത്തിന് തുല്യവുമായ ആ ശരീരത്തിൽ വീണ്ടും ഭജന്തേ, ബന്ധം ഉണ്ടാവില്ല. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് ശരിക്കും ഒരിക്കൽ ജ്ഞാനം കൂടെ ഉണ്ടായാൽ പിന്നെ ശരീരം ആയിട്ട് വിട്ടു നിൽക്കുന്നേ ഉള്ളൂ, ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്നേ ചെയ്യുള്ളൂ. അതാണ് പറയണത്. പ്രാരബ്ധകർമ്മത്തിന് അധീനമായിട്ടുള്ള ശരീരം ആ പ്രാരബ്ധകർമ്മം കഴിയുന്നവരെ അത് വീഴില്ല. ആ പ്രാരബ്ധകർമ്മം കഴിയുന്നവരെ ആ ശരീരം നിൽക്കന്നെ ചെയ്യും. അത് അപ്പോൾ അതിൽ തന്നെ ഇരിക്കണം. ഈ ജീവൻ മുക്തനായാലും പ്രാരബ്ധകർമ്മം കഴിയണവരെ ആ ശരീരത്തിൽ ഇരിക്കാതെ പറ്റില്ല എന്ന്. സമാധിയിൽ ഈ സത്യത്തിനെ സാക്ഷാത്കരിച്ച ഈ ജ്ഞാനി, അതായത് മനസ്സിലായി ഞാൻ ആത്മാവാണ്, അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഈ സിദ്ധൻ സ്വപ്നതുല്യമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെയോ അതിൽ ഓടി നടക്കണ ശരീരത്തിനെയോ പിന്നെ ഒരിക്കലും സത്യമാണെന്ന് കരുതില്ല എന്ന് പറയുകയാണ്. ഒരിക്കലും ജ്ഞാനം ശരിക്കും ഉദിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പ്രപഞ്ചം സ്വപ്നമായിട്ട് തന്നെ തോന്നുള്ളൂ. ഈ ശരീരവും അസത്തായിട്ട് ജഡാണെന്ന് തന്നെ തോന്നും. ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്, കാരണം അത്രയും ദിവസം പ്രാരബ്ധകർമ്മം കഴിയണവരെ ഇരിക്കാതെ നിർത്തിയില്ല. കാരണം ശരീരം എടുത്തത് പ്രാരബ്ധകർമ്മം അനുഭവിക്കാനാണ്. അപ്പോൾ അത് കഴിയണവരെ ശരീരം വീഴാൻ കൂട്ടാക്കില്ല. അതുകൊണ്ട് ഒരു ജ്ഞാനി ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ശരീരത്തിനെപ്പറ്റി യാതൊരു വിചാരവും ഇല്ല. മാത്രമല്ല ഈ പ്രപഞ്ചത്തിനെ പറ്റിയോ ഈ ജഡമായ പ്രപഞ്ചത്തിനെ പറ്റിയോ ജഡമായ ശരീരത്തെയോ പിന്നെ ഒരിക്കലും സത്യമാണെന്ന് ജ്ഞാനം പൂർണ്ണമായി ഉദിച്ച ഒരാൾ ഒരിക്കലും കരുതുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 37 വായിച്ച് നിന്ന് നിർത്താം. പിന്നെ ഇനി 42 വരെ ഉള്ളൂ. ഈ 13-ാം അധ്യായം അതൊന്നും തീർക്കാൻ പറ്റില്ല, നാളെ തീർക്കാം. 37 കൂടി വായിച്ച് നിർത്താം. ദേഹോപി ദൈവവശക, ദൈവവശക ചെന്നറിയോ, ഈ പ്രാരബ്ധകർമ്മം അനുഭവിക്കുക, അതാണ് വിധി അനുസരിച്ച് എത്ര കാലം ജീവിക്കണം വെച്ചാൽ ജീവിക്കും ശരീരം. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവൽ സ്വാരംഭകം പ്രതിസമീക്ഷത ഏവ സാസു തം സപ്രപഞ്ചമതിരൂഢ സമാധിയോഗ സ്വപ്നം പുനർന്ന ഭജതേ പ്രതിബുദ്ധവസ്തു. ഒരിക്കൽ ഈ പ്രപഞ്ചവും പിന്നെ ശരീരമൊക്കെ ജഡമാണെന്ന് മനസ്സിലായിട്ട് ശരിക്കും ജ്ഞാനം, ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവമുള്ള ഒരാൾക്ക് പിന്നെ ഒരിക്കലും ഇത് സത്യമാണെന്ന് തോന്നില്ല, ഒരിക്കൽ ജ്ഞാനം ഉദിച്ചാൽ എന്നാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.